കാരണം ഇപ്പോൾ എല്ലാവരും ക്രെഡിറ്റ് കാർഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പല കമ്പനീസും ക്രെഡിറ്റ് കാർഡുകൾ കൊടുക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് ഫിക്സഡ് എമൗണ്ട് എഗെയിൻസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി പ്രീ അപ്രൂവ്ഡ് ആയിട്ടായിരിക്കാം. ആരും ഇതുപോലെ ക്രെഡിറ്റ് കാർഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളം നമുക്ക് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും? ഡെഫിനറ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് വളരെ സൂപ്പർബായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അത് നന്നായിട്ട് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നല്ല പ്രശ്നമായി മാറാറുണ്ട്. എനിക്ക് ഉൾപ്പെടെ മാറിയിട്ടുണ്ട് പണ്ട് കാലങ്ങളിൽ. വേറെ ഒന്നുമില്ല, ഞാനിപ്പോൾ എൻ്റെ ഡെയിലി യൂസിന് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് തന്നെ അത് യൂസ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ നമുക്ക് തന്നെ ബേസിക്കലി അറിയുന്ന റൂൾ ഉണ്ട്. ക്രെഡിറ്റ് കാർഡ് നമുക്കിപ്പോൾ എത്രയാണോ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ഫണ്ട്, ലെറ്റ്സ് ഒരു 1 lakh rupees ആണെങ്കിൽ ഒരു 30% ആക്ച്വലി യൂസ് ചെയ്യാവുള്ളൂ. ബട്ട് നമ്മളെല്ലാവരും ചെയ്യുന്നത് ഫുൾ യൂട്ടിലൈസേഷൻ ആണ്. അതിനുവേണ്ടിയാണോ തന്നേക്കുന്നത്? അതെ. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് പേ ചെയ്യാൻ സാധിക്കാതെ നടക്കുന്നു പലരും. എന്നിട്ട് എന്താ, മിനിമം ഡ്യൂ അടയ്ക്കുന്നു. ലാസ്റ്റ് അത് ഇങ്ങനെ നീണ്ട് ഇൻട്രസ്റ്റ് കൂടി ഹ്യൂജ് എമൗണ്ട് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ബെറ്റർ നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. നമ്മുടെ കയ്യിലുള്ള എമൗണ്ടിന് മാത്രം അത് അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം നമുക്ക് വൗച്ചേഴ്സും ലോഞ്ച് ആക്സസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതൊക്കെയാണ് നമുക്ക്. അതെ തീർച്ചയായിട്ടും കിട്ടുന്നത്. സോ അതിലോട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അല്ലാതെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നമ്മളുടെ കയ്യിലില്ലാത്തൊരു ഫണ്ട് വെക്കുന്നു, അത് വന്നിട്ടില്ല, അടയ്ക്കാൻ പറ്റാതെ വരുന്നു, ലാസ്റ്റ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു, അത് ലാസ്റ്റ് ഒരു ബാധ്യതയായിട്ട് തന്നെ മാറുന്നതായിരിക്കും. എല്ലാവരും പറയുന്നത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഗോൾഡ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഒരു ഗോൾഡ് വാങ്ങാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ 1 ഗ്രാമിന് നമ്മൾ വാങ്ങുമ്പോൾ കൊടുക്കണം, അതിൻ്റെ പണിക്കൂലി കൊടുക്കണം, പണിക്കുറവ് കൊടുക്കണം, അങ്ങനെ ടാക്സ് അടയ്ക്കണം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഒരു ഡിജിറ്റൽ ഗോൾഡിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ആ രീതിയിലേക്കുള്ള ഒരു അസറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. സോ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിലായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നോർമൽ ഗോൾഡ് വാങ്ങി നമ്മൾ ലോക്കറിൽ സൂക്ഷിക്കുന്നതാണോ അതോ നമ്മളൊരു ഡിജിറ്റൽ ഗോൾഡ് വാങ്ങി സൂക്ഷിക്കുന്നതാണോ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം? ഡിജിറ്റൽ ഗോൾഡിലോട്ട് തന്നെ പോകുന്നതായിരിക്കും. കാരണം നമുക്കറിയാം, ഇപ്പോൾ പറഞ്ഞ റീസൺ തന്നെ, പണിക്കൂലി, ദെൻ ടാക്സ്, GST, പിന്നെ നമ്മളിപ്പം അത് വാങ്ങിച്ചിട്ട് വിൽക്കുന്ന സമയത്ത് അതിനെന്തെങ്കിലും വിയർ ആൻഡ് ടിയർ ഉണ്ടെങ്കിൽ അതും അവർ കുറയ്ക്കും. പിന്നെ കുറേ നാളുമ്പോൾ ഗോൾഡ് ഇച്ചിരിയൊക്കെ കുറഞ്ഞു പോകുമല്ലോ, കൈ നമ്മൾ ഇട്ടുകൊണ്ട് നടക്കുവാണെങ്കിൽ കുറയുമല്ലോ. അപ്പോൾ അത് കാരണം ഡെഫിനറ്റ്ലി നമ്മൾ ഡിജിറ്റൽ ഗോൾഡിലോട്ട് പോകുന്നത് നല്ലത്. ഇപ്പം നമ്മൾ ട്രേഡിംഗ് മേഖലയിലോട്ട് വരുമ്പോഴത്തേക്ക് ETF എന്ന് പറയും, ETF എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് എന്ന് പറയും, ഇല്ല ഗോൾഡ് ബീസ് എന്ന് പറയും. പലരും പ്രശ്നം എന്താ, എൻ്റെ കയ്യിൽ ഒരു 1000 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന ചിന്താഗതി ഉണ്ട് പലർക്കും. പക്ഷേ വെറും 60 രൂപയുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. സ്റ്റോക്കിൽ 60 രൂപയ്ക്ക് ETF നമുക്ക് ഓരോന്ന് വാങ്ങിച്ചു, ഗോൾഡ് ബീസ് എന്ന രീതി വാങ്ങിച്ചു വെക്കാൻ പറ്റും. എനിക്കൊന്ന് ഞാൻ റീസണായിട്ട് പേടിഎം എന്തോ കണ്ടിട്ടുണ്ടായിരുന്നു, 1 രൂപയ്ക്കൊക്കെ നമുക്ക് ഗോൾഡ് വാങ്ങിക്കാൻ പറ്റും എന്ന രീതിയിലൊക്കെ. സോ ഡീറ്റെയിൽ വാങ്ങിക്കുന്നത് തന്നെയാണ്, മിനിമലായിട്ട് തന്നെ വാങ്ങിക്കാൻ പറ്റും. അത് കീപ്പ് ചെയ്ത് വെക്കാം. ആവശ്യമുള്ള സമയത്ത് നമുക്കത് ചില ഇപ്പം എക്സ്ചേഞ്ചസിലാണെങ്കിൽ നമുക്ക് പ്ലെഡ്ജ് ചെയ്യാൻ സാധിക്കും. ഇപ്പം ആ ഒരു എമൗണ്ട് വെച്ച് ഇപ്പോൾ നമ്മുടെ ഒരു 10 ലക്ഷം, ഞാൻ ബേസിക്കലി ചെയ്യുന്നത് മെത്തേഡ് അത് തന്നെയാണ്. ഇപ്പോൾ എൻ്റെ ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാനത് ETF വാങ്ങിക്കും, ഗോൾഡോ ഇല്ലെങ്കിൽ നിഫ്റ്റി ബീസ് ആകാം, ഇല്ല IT ബീസ് ആകും, എന്നിട്ട് ഇത് പ്ലെഡ്ജ് ചെയ്യും. നമ്മൾ പണയം വെക്കുന്ന പോലെ തന്നെ പണയം വെച്ചിട്ട് ഞാൻ ആ ഒരു എമൗണ്ട് ട്രേഡ് ചെയ്യും. അതും നമുക്കിവിടെ സാധിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കുഞ്ഞ് സംശയം ചോദിക്കട്ടെ, ഇപ്പം നമ്മുടെ കയ്യിലൊരു ഗോൾഡ് ഉണ്ട്, ഇപ്പം എൻ്റെ കയ്യിലൊരു വളയുണ്ട്, ഇത് പണയം വയ്ക്കാൻ എനിക്കിപ്പോൾ ഇവിടുത്തെ ഏത് ഫിനാൻസിൻ്റെ അടുത്ത് പോയാലും 2 മിനിറ്റ് കൊണ്ട് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കയറും. അപ്പോൾ ഡിജിറ്റൽ ഗോൾഡ് പ്ലഡ്ജ് ചെയ്യാൻ നമ്മൾ പോകുമ്പോൾ അത് നമുക്ക് എത്ര ടൈം എടുക്കും? പെട്ടെന്ന് തന്നെ ആവും, ചിലപ്പോൾ 24 hours അങ്ങേറ്റം. പക്ഷെ അത് ട്രേഡ് ചെയ്യാനായിട്ടായിരിക്കും നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്നത്. അവരവരുടേതായിട്ടുള്ള രീതികളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നൊരു കാര്യമുണ്ട് കേട്ടോ അതിനകത്ത്. അല്ലാതെ നമുക്ക് പെട്ടെന്ന് ഒരു ലിക്വിഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വിൽക്കേണ്ടതായിട്ട് വരും. ആ ഒരു എമൗണ്ട്, സെർട്ടൻ എമൗണ്ട് വിറ്റിട്ട് നമ്മൾ അക്കൗണ്ടിലോട്ട് എടുക്കേണ്ടതായിട്ട് വരും. അവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഫുള്ളി അത് സെല് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ ക്യാഷ് നമ്മുടെ തന്നെ അപ്പം തന്നെ വരും. ഇത് ലെറ്റ്സ് ഒരു 24 hours നമ്മുടെ അക്കൗണ്ടിലോട്ട് അത് വരും അപ്പം തന്നെ. പണിക്കൂലിയും പണിക്കുറവൊന്നും ഇല്ലാതെ മേടിച്ച് വെക്കുന്നതാണ് നല്ലത്. തീർച്ചയായിട്ടും ഇത് നല്ലൊരു പ്രോസസ്സാണ്. നമ്മൾ വെറുതെ അതുകൊണ്ട് കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത്. ആൻഡ് ഓൾസോ ഗോൾഡ് എന്ന് പറയുന്നത് നമുക്കറിയാം റീസൺ. 10 വർഷം മുമ്പ് ഗോൾഡ് എവിടെയായിരുന്നു? ഇതുപോലെ നമ്മളിങ്ങനെ എല്ലാവരും ഇങ്ങനെ വാങ്ങിച്ച് നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട് ഗോൾഡ് പലപ്പോഴും. അത് മാത്രമല്ല ഫിസിക്കലി ഗോൾഡ് ഹോൾഡ് ചെയ്തതിന് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, ടാക്സും എക്സ്ട്രാ കാര്യങ്ങളും വരുന്നുണ്ട്. സോ ബട്ട് എന്നാൽ ഇവിടെ നമുക്ക് അത് ഇല്ല. കള്ളന്മാരെ പേടിക്കണ്ട. ശരി തന്നെയാണ്. ഒരു 20 വയസ്സുള്ളൊരു കുട്ടി, അവൻ ആദ്യമായിട്ടൊരു ജോലിക്ക് കയറുകയാണ്. ഫസ്റ്റ് സാലറി എന്ത് ചെയ്യണം? ആദ്യം തന്നെ നമുക്ക് ഒരു സാലറി അക്കൗണ്ട് മാത്രമായിട്ട് കീപ്പ് ചെയ്ത് വെക്കാതെ നമുക്ക് വേറെ ഒരു 2-3 അക്കൗണ്ട്സ് കീപ്പ് ചെയ്ത് വെക്കാൻ ഡെഫിനറ്റ്ലി നല്ലതായിരിക്കും. സാലറി അക്കൗണ്ട് വാങ്ങിക്കുന്നു, അതിൽ നിന്ന് നമുക്ക് സ്പെൻഡ് ചെയ്യരുത്. വേറൊരു 2 അക്കൗണ്ട് കീപ്പ് ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് അക്കൗണ്ടിലോട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള എമൗണ്ട് മാറ്റി വെക്കുക. 70% ആകാം, 80% ആകാം. ബാക്കിയുള്ളൊരു ലാസ്റ്റ് എമൗണ്ട് അക്കൗണ്ട് ഉണ്ടല്ലോ, 3ാമത്തെ അക്കൗണ്ട്, ആ അക്കൗണ്ടിലോട്ട് നമ്മുടെ സാലറി 20% അല്ലെങ്കിൽ 30% അതിട്ട് വെച്ചേക്കുക. അതെന്തിനാ? എമർജൻസി ഫണ്ടായിട്ട് ബിൽഡ് ചെയ്യാനായിട്ടാണ്. കാരണം പെട്ടെന്ന് സാലറി നമുക്കൊരു എമർജൻസി എപ്പോഴാണ് ഫണ്ടിങ് വരുന്നത്, ആവശ്യം വരുന്നത് പറയാൻ പറ്റത്തില്ല. ഒരു 6 മാസത്തേക്കുള്ള നമ്മളുടെ ആവശ്യങ്ങൾക്ക് നടക്കാനായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചേക്കുക. 6 × ഒരു 20,000 അല്ലെ ഒരു ആ ഒരു റേഞ്ചിലത്തേക്ക് മാറ്റി വെച്ചേക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും.
എല്ലാവരും ജസ്റ്റ് ലൈക്ക് ഒരു അക്കൗണ്ട് എടുക്കുന്നു, ചിലർ 2-3 അക്കൗണ്ട് എടുക്കുന്നത് ഓരോ ബാങ്ക് ഓരോ ഓഫേഴ്സ് തരുന്നതിൻ്റെ ബേസിസിലാണ്. പക്ഷേ അങ്ങനെയല്ല റിയാലിറ്റിയിൽ. സാലറി അക്കൗണ്ട് ഒരെണ്ണം വേണം നമുക്ക്. നമ്മളെ എക്സ്പെൻസ് ചെയ്യാനായിട്ട്, നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ടൊരു അക്കൗണ്ട് വേണ്ടി വരും. അത് മാത്രമല്ല സേവ് ചെയ്യാനായിട്ട് ഒരു അക്കൗണ്ട്, ദെൻ എമർജൻസി ഫണ്ട്. നമ്മുടെ അക്കൗണ്ട് പൈസ കൊടുക്കും, നമ്മൾ ഈ 200, 1000, 3000 നമ്മൾ സ്പെൻഡ് ലാസ്റ്റ് അറിയത്തില്ല തീരുന്നത്. പലരുടെയും പ്രശ്നം ഇതാണ്. നമ്മുടെ സാലറി വരുന്ന അക്കൗണ്ടിൽ തന്നെ നമ്മൾ ഈ സ്പെൻഡ് ചെയ്യാൻ നോക്കുന്നത് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമ്മൾ വേറെ അക്കൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, എമർജൻസി ഫണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് യൂസ് ചെയ്യാവുള്ളൂ. ഹോസ്പിറ്റൽ എമർജൻസി ആകാം, നമ്മുടെ ജോലി പെട്ടെന്ന് പോകാം, എന്ത് വേണമെങ്കിലും ആകാം. എന്നാലും ഒരു 6 മാസം പിടിച്ച് നിൽക്കണ്ടേ, അതിന് വേണ്ട ഒരു ഫണ്ടാണ് നമ്മൾ ഒരു എമർജൻസി ഫണ്ടിലോട്ട് മാറ്റിയിട്ടുള്ളത്. ദെൻ നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ ലൈക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, അതൊരു ഒരാൾ ജോലിക്ക് ഇപ്പോൾ 20 വയസ്സെന്ന് പറഞ്ഞാൽ 21 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അവിടെ വെച്ച്.